ഹലോ ഗായ്സ്, നമ്മുടെ സിറ്റിയിൽ ഒരു മെഗാ റാമ്പ് റേസ് നടക്കണേ. നമ്മൾ ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഈ ഒമ്നിയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒമ്നി വെച്ചിട്ട് എങ്ങനെയാണ് മെഗാ റാമ്പ് റേസ് ജയിക്കുകയാണ്. ഗൈസ്, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റും ഗൈസ്. ഏത് വണ്ടിയിലും നല്ല പെർഫോമൻസ് ഉണ്ടാവണം എന്നാണ്, അല്ലാണ്ട് നല്ല സ്പീഡും അങ്ങനെയൊന്നുമില്ല. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ മറ്റേ റൈറ്റ് എടുത്തിട്ട് മറ്റേ മെഗാ റാമ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പേരൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ ഈ വണ്ടിക്ക് എന്താണ് ഒരു മഞ്ഞയും ചോപ്പും ആയിട്ട്, ഇതാണ് ഈ മെഗാ റാമ്പ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം, ഇറങ്ങി കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മേലെ വരെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെഗാ റാമ്പ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, പേരൊക്കെ നമ്മളെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ട് വരാം, അതായിരിക്കും നല്ലത്. പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതായിരിക്കും നല്ലത്. ഇതാ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ? ഈ ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഈ ബിൽഡിങ് ഇതാണ് ഗൈസ് നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്യാറുള്ളത്. ഒരു കാര്യം ചെയ്യാം, പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വരാം. അയ്യോ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാൻ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം നേരെ മെഗാ റാമ്പിൻ്റെ അവിടെ പോവുക. ഒരു മിനിറ്റ് ഗൈസ്, നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ അതിനെയൊന്നും കാണില്ല. ആദ്യം അവരിനെയാണ് വേണ്ടത്, അവരിനെയാണ് ആദ്യം കാണേണ്ടത്. ഏത് വണ്ടിയാണ് കൊണ്ടുവരുന്നത് നോക്കാമല്ലോ. പെട്ടെന്ന് മെഗാ റാമ്പ് ടെസ്റ്റിൻ്റെ അവിടെ പോവുക. അയ്യോ, ബ്രേക്ക് പിടിക്കി. ഭാഗ്യത്തിന് ബ്രേക്കിങ് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. ടാടാ, നീ എന്താ ഈ പാട്ട ഉണ്ണിയിലൊക്കെ വെച്ച് റേസ് കംപ്ലീറ്റ് ആക്കാൻ വരുന്നേ? ഞങ്ങളുടെ വണ്ടി എന്താ ലംബോർഗിനി ഔഡിയൊക്കെയാ. അതിനെ ചേട്ടാ, നല്ല വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല, നല്ല പെർഫോമൻസ് ഉണ്ടാവണം. സ്പീഡും സി ഒന്നും അല്ല പ്രധാനം, നല്ല പെർഫോമൻസ് ഉണ്ടാവണം എന്നാണ്. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തായാലും ഞങ്ങൾ തന്നെ ഈ റേസ് കംപ്ലീറ്റ് ആക്കണം, അതെല്ലാവർക്കും ഉറപ്പാണ്. ഈ റേസ് ജയിച്ചാൽ 10 കോടി രൂപ കിട്ടുക. നമുക്ക് നോക്കാം ആരെ ഈ റേസ് ജയിക്കുകയെന്ന്. ഓക്കെ കേസ്, ഇവിടെ ഞാനാ സ്റ്റണ്ട് റേസ് കളിക്കുന്നത്. ഞാൻ എന്തായാലും അവനെ തോൽപ്പിക്കും കേസ്, അതെല്ലാവർക്കും ഉറപ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യും, റാമ്പ് അങ്ങ് നൈസായിട്ട് ചാടാം. ഓക്കെ കേസ്, നമ്മളങ്ങനെ റാമ്പൊക്കെ ചാടിയിട്ടുണ്ട്. അയ്യോ, ഇതെന്തത്? പിന്നെ ഈ റേസിൽ റാമ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് പോകണം. റാമ്പ് സ്കിപ്പ് ചെയ്ത എന്താണ്, തോറ്റു, അതാണ് അർത്ഥം. ഈ വണ്ടിയുടെ എല്ലാ പാർട്സും പോയില്ലോ ഗൈസ്. ഒന്നും കുഴപ്പമില്ല. അയ്യോ, കൺട്രോൾ കിട്ടില്ല. അയ്യോ, എനിക്ക് കൺട്രോൾ കിട്ടില്ല. അയ്യോ പോലെ ഞാൻ റാമ്പ് സ്കിപ്പ് ചെയ്തു ഗൈസ്. ഞാൻ എൻ്റെ അടിയിലേക്കും പോയി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? സമാധാനമായി അടിയിലേക്ക് പോയപ്പോൾ. കഷ്ടപ്പെട്ട് കളിച്ചതായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പം ഞാനാ സ്റ്റണ്ട് റേസ് കളിക്കുന്നത് കേട്ടോ. എൻ്റെ വണ്ടി പിന്നെ നല്ല വണ്ടിയാണ് ഗൈസ്, ഔഡി ആണ്. അതുകൊണ്ട് ഈ റേസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടല്ലേ, ഈ ലുക്ക് നോക്ക്. ചേട്ടാ, വണ്ടിയുടെ ലുക്ക് നോക്കിയിട്ട് കാര്യമില്ല, ആദ്യം ഈ റേസ് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. അത് പറയാ നീ ആരാടാ? മനുഷ്യൻ. നീ മനുഷ്യനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആദ്യം ഞാൻ ഈ റേസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ റേസൊന്നും കംപ്ലീറ്റ് ആക്കാൻ നോക്കണം, എന്നാലേ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇനി റേസ് കംപ്ലീറ്റ് ആക്കാം. ഇല്ലയോ കൺട്രോൾ കിട്ടുന്നില്ല, കൺട്രോൾ കിട്ടുന്നില്ല. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഞാൻ എന്ത് ചെയ്യാ, റാമ്പ് സ്കിപ്പ് ചെയ്തു. ഇപ്പം സമാധാനം പറഞ്ഞാൽ ഇത് സമാധാനമായി. ഇപ്പം എങ്ങനെ ഇരിക്കണേ ഗൈസ്? നാളെ ഞാൻ താഴെ പോണില്ലേ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാനാ കളിക്കണേ. നമുക്ക് ഈ റേസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം ഗൈസ്. നമുക്ക് ഈ റാമ്പ് ചാടാം, റാമ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ ഗൈസ്. നമുക്ക് ഈ റേസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജയിക്കാൻ നോക്കണം, എന്നാലേ നമുക്ക് 10 കോടി രൂപ കിട്ടുള്ളൂ ഗൈസ്. നമുക്ക് ഈ റേസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഇവിടെ പിന്നെ ഒരു റാമ്പ് വരുന്നുണ്ട്, അതും കൂടി ചാടിയാൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ ആ റാമ്പ് ചാടിയിട്ട് അപ്പുറത്തട്ടം നോക്കണം. അപ്പോൾ വീണ തന്നെ ജസ്റ്റ് മിസ്സിനാണ് പോയത്. ഈ വണ്ടി തിരിക്കാൻ കുറച്ച് പാടാണ്, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആ വണ്ടി തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടാമത്തെ റാമ്പും കൂടി ചാടാം. ഈ റാമ്പ് ഇങ്ങനെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഗൈസ്, ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് താഴെ വീഴാൻ പറ്റില്ല. അപ്പുറത്തെത്തുമോ നോക്കണം, അപ്പുറത്തെത്തിയാൽ മതിയായിരുന്നു.
അയ്യോ യെസ് ഗൈസ് അപ്പുറത്തെത്തി വണ്ടിയുടെ പരിപ്പളകിയെന്നുള്ളൂ അതൊന്നും കുഴപ്പമില്ല. അപ്പുറത്തെത്തിയില്ല അത് മതി. നമുക്ക് 10 കോടി രൂപ കിട്ടാൻ പോവാണ്. ഗൈസ് നമുക്ക് 10 കോടി രൂപ കിട്ടാൻ പോവാണ് ഗൈസ്. ഇവിടെ എനിക്ക് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്രേ ഉള്ളൂ എൻ്റെ എന്താ സ്റ്റോറി വീഡിയോ കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ആയിരിക്കും നല്ലത്. ഈ വണ്ടി ഇത് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ആവണേ? ഷോ ഇതെന്താടാ ഈ വണ്ടിക്ക് പറ്റിയത്? അയ്യോ ഓടിക്കോ, ഈ വണ്ടിക്ക് എന്തോ പറ്റിയേ.